Hello everyone, welcome back to the channel. ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ റെസിപ്പീസിൻ്റെ ഡേ 4 ആണ്. കമൻറ്റ് ബോക്സിൽ കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അതായത് മെനു പ്ലാൻ ചെയ്യാൻ കുറച്ചും കൂടി ഈസിയർ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സീരീസ് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ ഓൾ ദി പോസിറ്റീവ് റെസ്പോൺസസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കാം. അവലപ്പവും വെജ് സ്റ്റൂ ആണ്. ഞാൻ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 3 ഗ്രാമ്പൂ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സവാള, വലിയ സവാളയാണ്, അത് സ്ലൈസ് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5 പച്ചമുളക് അത്രയും അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് വെജിറ്റബിൾസ് ആണ് ആഡ് ചെയ്യേണ്ടത്. കുറച്ച് കോളിഫ്ലവർ ഉണ്ട്, ഒരു ചെറിയ ക്യാരറ്റ് പീസാക്കിയതുണ്ട്, ഒരു ഉരുളക്കിഴങ്ങും കുറച്ച് ബീൻസും ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാനൊരു 1/4 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ, ഒരു കപ്പ് തിൻ കോക്കനട്ട് മിൽക്കും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു 10 കാഷ്യൂ നട്ട്സ് ഉണ്ടാവും, അതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് തിക്ക് കോക്കനട്ട് മിൽക്കും ഈ കാഷ്യൂ പേസ്റ്റും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ റെഡിയായി. ഇനി നമുക്ക് അപ്പത്തിന് എങ്ങനെയാണ് മാവ് അരയ്ക്കാൻ നോക്കാം. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരിയോ ഇഡ്ഡലി റൈസോ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് അവലുണ്ട്. റെഡ് അവലായാലും കുഴപ്പമില്ല, വൈറ്റ് അവലായാലും കുഴപ്പമില്ല. വൈറ്റ് അവലാകുമ്പോൾ അപ്പത്തിന് നല്ല കളർ ഉണ്ടാവും. പിന്നെ ഈസ്റ്റ് വേണം, ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് വേണ്ടത്. ഡ്രൈ ഈസ്റ്റാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3/4 മുതൽ 1 ടീസ്പൂൺ വരെ വേണം. കുതിർത്ത് വെച്ചിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഒരു 3-4 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാനും കൂടെ വെക്കണം. ഞാൻ തലേ ദിവസം ആണ് മാവ് അരച്ച് വെക്കാറ്. അപ്പോൾ തലേ ദിവസം മാവ് അരച്ചിട്ട് ഒരു 4 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്തതിൻ്റെ ശേഷം ഞാനെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും. എന്നിട്ടാണ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഉണ്ടാക്കുക. അതല്ല നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് ഡിന്നറിൻ്റെ സമയമാകുമ്പോഴേക്കും നന്നായിട്ട് ഫെർമെൻ്റ് ആയി കിട്ടും. ഒരു 3 മണിക്കൂർ അരി കുതിർക്കണം. അവലാണെങ്കിൽ ഒരു 30 മിനിറ്റ്സ് കുതിർത്താൽ മതി. അത് രണ്ടും കൂടെ അരച്ചെടുത്തിട്ട് ഒരു 3 to 4 hours ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. ക്ലൈമറ്റിനനുസരിച്ചിരിക്കും ഫെർമെൻറ്റേഷൻ ടൈം. ഒരു 4 hours ഉള്ളിൽ, നല്ല അത്യാവശ്യം ചൂടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ 4 hours ഉള്ളിലൊക്കെ നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് ലഞ്ച് മെനു നോക്കാം. ഇന്ന് കുറച്ചൊരു മടിയുള്ള ദിവസമാണ്. അപ്പോൾ ഉള്ളിച്ചോറാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഏട്ടൻ ലഞ്ചിന് വരില്ല, ഞാനും അച്ചു മാത്രമേ ഉള്ളൂ. അപ്പോൾ അച്ചുവിനാണെങ്കിൽ നല്ല ഇഷ്ടമാണ് ഉള്ളിച്ചോറ്. ഞാനൊരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു പാനിലേക്ക്. എന്നിട്ട് ഈ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് എത്ര എരിവ് വേണോ അതിനനുസരിച്ചിട്ട് പെപ്പർ പൗഡർ, കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. വറുത്ത് കൊടുത്ത ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു ടീസ്പൂണോളതും ചേർത്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇന്നലത്തെ ചോറ് ഇരിക്കുന്നതാണ്. അപ്പോൾ ലെഫ്റ്റ് ഓവർ റൈസ് ഉള്ള ദിവസമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു മടിയൊക്കെയുള്ള ദിവസമാണെങ്കിൽ ഇങ്ങനെ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ്. പിക്കിളൊക്കെ ഉണ്ടെങ്കിൽ, പിക്കിളും കൊണ്ടാട്ടം ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. നല്ല കാറ്റുള്ളൊരു ദിവസമാണ് ഇവിടെ. പിന്നെ ഞാനൊരു പിക്കിളാണ് ഉണ്ടാക്കുന്നത്. ഈ പിക്കിളിൻ്റെ റെസിപ്പി ഇൻസ്റ്റൻറ്റ് പിക്കിളാണ്, മാംഗോ പിക്കിൾ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക്
ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഐ കാർഡിൽ കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിക്കിളാണ്. എന്നാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി ഒരു ഹാഫ് ആൻ അവർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അച്ചാറ് റെഡി ആയിട്ടുണ്ട്, നന്നായി വറവൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിച്ചോറും അച്ചാറും കുറച്ച് ചിപ്സോ, എനിക്ക് കൊണ്ടാട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ചിപ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഡിന്നർ എന്താണെന്ന് നോക്കാം. ചപ്പാത്തിയും എഗ് റോസ്റ്റും ആണ്. അപ്പോൾ മുട്ട നന്നായി കഴുകി ഞാൻ കുക്കറിലാണ് ബോയിൽ ചെയ്യുന്നത്. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. മുട്ട വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കി എടുക്കാം. മല്ലിയില ഞാൻ കുറച്ച് നേരം നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിൽ ഇട്ട് വെക്കും കുറച്ച് നേരം. എന്നിട്ടത് 2-3 പ്രാവശ്യം കഴുകിയെടുക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 വലിയ ഉള്ളി, പിന്നെ ഒരു 2 പച്ചമുളക്, ഒരു 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തക്കാളി. ഇത്രയും നമുക്ക് അരിഞ്ഞെടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞതും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മളുടെ സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കണം. സവാള ഒന്ന് കുഴഞ്ഞ് വരുന്ന ഒരു ഇതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് വാടി കിട്ടും സവാള. ആ സമയം കൊണ്ട് നമുക്ക് തക്കാളി അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ഒരു ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഇത്രയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഗ്രേവി രൂപത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ വെറുതെ അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുത്താലും മതി. ആ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നത് വരെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതായത് ശരിക്കും നല്ല റോസ്റ്റ് പോലെയാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട. വെറുതെ അടച്ചു വെച്ചിട്ട് സവാളയും തക്കാളിയും നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി. എനിക്കിപ്പോൾ കുറച്ചൊരു ഗ്രേവി രൂപത്തിലാണ് ഇവിടെ കറി വേണ്ടത്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിരിക്കുന്നു. ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കറി. എത്ര ഗ്രേവിയാണോ വേണ്ടത്, ഏത് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം വറ്റിച്ചെടുത്താൽ മതി. നമുക്ക് അതിലേക്ക് മുട്ട വരഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം. കുറച്ച് കാഷ്യൂ നട്ട് അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്രേവി ഒന്നും കൂടെ നല്ല തിക്കായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് ചപ്പാത്തിയാണ് ഡിന്നറിന്. ചപ്പാത്തിയും എഗ് റോസ്റ്റും ആണ്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഡിന്നർ റെഡിയായി. കിച്ചൺ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു. ഇന്നത്തെ റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഫീഡ്ബാക്ക്സ് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോഴാണ് എനിക്ക് എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ അറിയാൻ പറ്റുള്ളൂ.
സാധാരണത്തെ പോലെ തന്നെ റെസിപ്പി കാർഡ് എല്ലാത്തിൻ്റെയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നാളത്തെ റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.